സുപ്രിയ എന്തായാലും ഇനി അവർക്ക് ഒരു വീട്ടിൽ തന്നെ എന്താ പറയുന്നത് പൈസ ഇടുന്ന മെഷീനൊക്കെ വെച്ചാൽ മതി, ചുമ്മാ തള്ളുന്നല്ല കേട്ടോ. ഈയിടയ്ക്ക് ഇറങ്ങിയ കുറേ പടങ്ങളുണ്ടല്ലോ, അതൊക്കെ ബോംബായിരുന്നല്ലോ, അതിനേക്കാൾ എന്തായാലും നൈസായിട്ടുണ്ട്. ട്രെയിലർ കാണും പോലെയല്ല പടം, വിഷയം പടം. ഒരു 70-80 കോടിയൊക്കെ പോവായിരിക്കും പടം. ഫാന്റാസ്റ്റിക്, എക്സലന്റ്. നല്ല ചിരിപ്പടമായിരുന്നു, ഫാമിലി എൻ്റർടൈനർ, കോമഡി പടം, കിടിലൻ പടം. കൊള്ളാം. കുറേ കാലത്തിന് ശേഷമാണ് പൃഥ്വിരാജിൻ്റെ ഒരു കോമഡി പടം കാണുന്നത്. നല്ല പടമാണ്, ലൈക്ക് സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ നല്ല കോമഡി ഉണ്ട്, എൻജോയ് ചെയ്യാൻ പറ്റും, വേർത്താണ്. നല്ല പടം. കൊള്ളാം, നല്ലതാ, കൊള്ളാം. നല്ല പടമായിരുന്നോ? നല്ല പടം, നല്ലായിരുന്നു, തമാശയൊക്കെ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടു. നല്ല പടമായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ല പടം, അടിപൊളി പടം. രാജയുടെ മാസാണ്, സൂപ്പർ. കൊള്ളാം പടം, നല്ല പടമാണ്, നല്ല കോമഡിയാണ്. കൊള്ളായിരുന്നു, നല്ല പടം. കൊള്ളാം, നല്ല പടം ബ്രോ, നല്ല പടം. ത്രൂ ഔട്ട് ഹ്യൂമറൊക്കെ നല്ലപോലെ വർക്കായിട്ടുണ്ട്. പൃഥ്വിരാജും ബേസിലും കോംബോ എല്ലാം കൊണ്ടും കിടിലൻ പടം. പടം കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് നൈസായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ചെറിയൊരു ഇതുണ്ട്, മീൻസ് കോമഡി അത്ര വർക്കൗട്ട് ആയിട്ടില്ല, ക്ലൈമാക്സ് അത്ര വർക്കൗട്ട് ആയിട്ടില്ല. പക്ഷേ ഓവറോൾ കുഴപ്പമില്ല, ഫാമിലിയൊക്കെ ആയിട്ട് എടുക്കും, നൈസായിട്ട് പോകും. കുഴപ്പമൊന്നുമില്ല, ഒരു 70-80 കോടിയൊക്കെ പോവായിരിക്കും പടം. ഈയിടയ്ക്ക് ഇറങ്ങിയ കുറേ പടങ്ങളുണ്ടല്ലോ, അതൊക്കെ ബോംബായിരുന്നല്ലോ, അതിനേക്കാൾ എന്തായാലും നൈസായിട്ടുണ്ട്. കൊള്ളാം. മെസ്സേജോ ഇത് വേറെ ഒരു ഫാമിലി ഓഡിയൻസിന് വേണ്ടിയുള്ള ഒരു പടം. അങ്ങനെ സൂപ്പർ സിനിമയായിരുന്നു. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് സൂപ്പർ ആയിരുന്നു, ഫുൾ കോമഡി, ആദ്യം തൊട്ട് അവസാനം വരെ കോമഡി ആയിരുന്നു. ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണ് സിനിമ. ഈ മന്ത് കണ്ടതിൽ നല്ല സിനിമ. നല്ല ഫിലിം ബ്രോ, നല്ല എൻഗേജിങ് ആണ് പടം. കോമഡി ഉണ്ട് എന്ന് പറഞ്ഞാൽ വൾഗറായിട്ടൊന്നുമില്ല, ഫാമിലിക്കൊക്കെ നല്ല രീതിയിൽ കണ്ടുകൊണ്ടിരിക്കാനുള്ള ഫിലിമാണ്. നല്ല ഫിലിം, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. നല്ല പടമായിരുന്നു, അടിപൊളിയായിരുന്നു, ഹ്യൂമറൊക്കെ വർക്കൗട്ടായി, നന്നായിട്ട് കാണാൻ പറ്റും. പഴയ ഒരു തെങ്കാശിപ്പട്ടണം മറ്റേ ആ ഒരു പഴയ ടൈപ്പ് മൂടുണ്ടായിരുന്നു പടം, സൂപ്പറായിരുന്നു. കൊള്ളാം ചേട്ടാ, നല്ല പടം, നല്ല ഫാമിലി പടം. ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കോമഡി മാത്രം, നല്ല ഫാമിലി മൂവി, പക്ക തിയേറ്റർ എക്സ്പീരിയൻസ്. കിടിലം പടം കേട്ടോ, കിടിലം വിഷയം പടം, ക്ലൈമാക്സ് ഒക്കെ വിഷയം, നല്ല കോമഡി ഉണ്ട്. അല്ല ആ ട്രെയിലർ കാണും പോലെയല്ല പടം, വിഷയം പടം. നല്ല സിനിമ. ഞങ്ങളുടെ കസിൻ വിപിൻ ദാസ്, എൻ്റെ ബ്രദറിലോയുടെ മരുമോനാ. നല്ല സിനിമ, സൂപ്പർ പടം, നന്നായിട്ടുണ്ട്. ഫാമിലി ആയിട്ട് വന്ന് കണ്ട് എൻജോയ് ചെയ്ത് ഒരു കല്യാണം കൂടാൻ പോയൊരു ആ ഒരു ഫീൽഡിൽ പുറത്തോട്ടിറങ്ങാം, നല്ല രസമായിട്ടുണ്ട്. ഇല്ല, ഇത് ഇച്ചിരി കൂടി ഫൺ പാർട്ടാണ്, അങ്ങനെ മെസ്സേജ് ഒന്നുമില്ല, ട്വിസ്റ്റ് ഉണ്ട്. കൊള്ളാം, നന്നായിട്ടുണ്ടായിരുന്നു, എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന പടം. നല്ല പടമാണ്, എൻ്റർടൈൻമെൻറ്റ്, ഫുൾ ടൈം കോമഡിയാണ് പടം. 2-2.25 മണിക്കൂർ നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റും പടം. നല്ല മൂവി ആയിരുന്നു, കൊള്ളായിരുന്നു, പൊളിയായിരുന്നു. നമ്മൾ ബേസിൽ പൃഥ്വിരാജ് കോംബോ അടിപൊളിയായിരുന്നു, നമ്മൾ എക്സ്പെക്ട് ചെയ്ത് തന്നെയായിരുന്നു. പൊളിപ്പടം. ഒരു ഫാമിലി ആ ഒരു എൻ്റർടൈനർ സെയിം രീതിയിൽ ഫുൾ ഓൺ ഫാമിലി മൂവിയാണ്, പക്ക എൻ്റർടൈൻമെൻറ്റ്. പൊളിപ്പടം, വേറെ ഒന്നും പറയില്ല, കിടിലം പടം, ചിരിച്ചിരിക്കാം. ഫാമിലിയായിട്ടൊക്കെ വന്നാൽ പക്കയായിട്ട് ചിരിച്ച് കളിച്ചൊക്കെ ഇരിക്കാം, അത്രയേ ഉള്ളൂ. അടിപൊളി പടം. ജയ ഹേക്ക് ശേഷം വന്ന എനിക്ക് ആ ഒരു ലെവല് കയറിയോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഒരു ഇത് പറയാൻ തോന്നുന്നില്ല. പക്ഷേ അടിപൊളി പടം, കോമഡിയൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. പൃഥ്വിരാജ് സുകുമാരൻ ഫസ്റ്റ് ഹാഫിൽ എന്തിനായിരുന്നു പൃഥ്വിരാജ് സുകുമാരൻ ഈ പടത്തിലൊന്നൊരു തോന്നലുണ്ടായിരുന്നെങ്കിൽ പോലും സെക്കൻഡ് ഹാഫിൽ അത് ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട്. കൊള്ളാം, നല്ലൊരു അടിപൊളി പടം, ഫാമിലിയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും, നല്ല കോമഡിയാണ്. നല്ല ഫാമിലി എൻ്റർടൈനർ ആണ്. ആൻഡ് രാജുവേട്ട നല്ല എനർജി പാക്ക് പെർഫോമൻസ് ആണ്. ത്രൂ ഔട്ട് ദ മൂവി ഇറ്റ്സ് കീപ്പിംഗ് അസ് ഇൻട്രസ്റ്റഡ്. ഇറ്റ്സ് എ ഗുഡ് എൻ്റർടൈനർ. അടിപൊളി പടം, ഒരു രക്ഷയില്ല, നല്ല കോമഡി, എല്ലാം ക്ലൈമാക്സ് എല്ലാം സൂപ്പറായി, നല്ല പടം. ഫാന്റാസ്റ്റിക്, എക്സലന്റ്, നന്നായിരുന്നു, സൂപ്പറായിരുന്നു, നല്ല അടിപൊളി അഭിനയമായിരുന്നു, ഇഷ്ടപ്പെടും. നന്നായിരുന്നു, നല്ല പടമാണ്. ജയ ഹേക്ക് ശേഷം വിപിൻ ദാസ് ഏട്ടൻ ചെയ്യുന്ന പടം എന്ന രീതിയിൽ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു, അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് പടം. എല്ലാവരും പെർഫോമൻസും കൊള്ളാം, നന്നായിട്ടുണ്ടായിരുന്നു, വാച്ചബിൾ തന്നെയാണ്. ഫാമിലി ആയിട്ട് വന്നിരുന്ന് കാണാം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. ജയ ഹേ കാണാൻ ആഗ്രഹിച്ച ആളുകൾക്കൊക്കെ ഈ പടവും കാണാം, ധൈര്യം ഒരു തിയേറ്ററിൽ വന്നിട്ട് കാണാം. സൂപ്പർ സിനിമ, ഭയങ്കര ഫണ്ണാണ്, ചിരിച്ചിരിച്ച് വയറ് വേനിക്കുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ ബേസിലിൻ്റെ ഒരു നാച്ചുറൽ ആക്ടിങ് ഉണ്ടല്ലോ, പിന്നെ പൃഥ്വിരാജിൻ്റെ ഒരു രക്ഷയില്ല. സുപ്രിയ എന്തായാലും അവർക്ക് ഒരു വീട്ടിൽ തന്നെ എന്താ പറയുന്നത് പൈസ ഇടുന്ന മെഷീനൊക്കെ വെച്ചാൽ മതി. ഇത് ജയഹേക്കാളും സൂപ്പർ ഹിറ്റാവും ഉറപ്പ്. സൂപ്പർ സിനിമ, ചുമ്മാ തള്ളുന്നതല്ല കേട്ടോ, അടിപൊളി, ഒരുപാട് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് സിനിമ, ഒരു രക്ഷയില്ല. കുട്ടികളെ കൊണ്ട് കുടുംബത്തോടെ വന്നിരുന്ന നമ്മൾ കൊടുക്കുന്ന കാശിന് സൂപ്പർ, കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുക. ഓരോ ഓഡിയൻസ് പോലും എനിക്ക് തോന്നുന്നില്ല മസിൽ പിടിച്ചൊക്കെ അവിടെ ചേട്ടന്മാരൊക്കെ ഇരുന്നു, പക്ഷേ ഒരു രക്ഷയില്ല, എല്ലാവരും തിയേറ്റർ
എന്താ ഫുള്ള് അത് എൻജോയ് ചെയ്തു. സൂപ്പറായിരുന്നു, അടിപൊളി. എല്ലാവരും തിയേറ്ററിൽ വന്ന് കുടുംബസമേതം വന്ന് കാണുക. കാരണം ഈ വെക്കേഷന് കുട്ടികൾക്ക് കിട്ടുന്നൊരു അവസരം കൂടെയാണ്. ശരിക്കും എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. സിനിമ സൂപ്പറാവും. എല്ലാം എനിക്കറിയില്ല, അതിൻ്റെ മേക്കിംഗ് ആയാലും എല്ലാം ഒരു വിഷ്വൽ പോലും നമുക്ക് ഇങ്ങനെ എന്താ പറയുക വേണ്ടാത്തതായിട്ട് തോന്നുന്നില്ല. അത്രയും സൂപ്പറായിരുന്നു. എൻ്റർടൈൻമെൻറ്റ് അടിപൊളി സിനിമ. ഇങ്ങനെ ഒരു സിനിമ തന്നതിന് ആ ഡയറക്ടർക്കും അതിൻ്റെ ക്രൂസിനും ബിഗ് സല്യൂട്ട്. കാരണം നമ്മൾ കുറേ ഇപ്പോൾ ഫാമിലിക്ക് ഫുള്ള് കാണുന്ന സിനിമകൾ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമകൾ വളരെ കുറവാണല്ലോ. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം നമ്മൾ ഈ ഇത്രയും സമയം പോയത് അറിഞ്ഞില്ല, സിനിമ തീർന്നു പോയല്ലോ എന്നുള്ളതായിരുന്നു. പിന്നെ ഗുരുവായൂർ അമ്പലനടയിൽ ഇത്രയും മനോഹരമായിട്ടൊരു സിനിമ, ആ പേര് പോലെ തന്നെ ലാസ്റ്റ് നമ്മൾ അമ്പലനടയിൽ എത്തിയ പോലെ ഒരു ഫീലിങ്സും ആ കല്യാണം നടത്താൻ പെടുന്ന പാടുമൊക്കെ അത് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. സിനിമ നന്നായിട്ടുണ്ട്. അടിപൊളി സിനിമകൾ ഈ ക്രൂവിൽ നിന്ന് ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അടിപൊളി. ബിഗ് സല്യൂട്ട് പൃഥ്വിരാജിനും സുപ്രിയ മേനോനും ബേസിലിനും എല്ലാവർക്കും ലവ് യു.